ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം ഇന്ന് 7-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അനിശ്ചിതകാല പ്രതിഷേധ സമരം ഇന്ന് 45-ാം ദിവസവും തുടരുകയാണ്. ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നടത്തുന്ന ധർണ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജനസഭ നടക്കുന്നുണ്ട്. അതിൽ ജോയ് മാത്യു ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ഈ സമരം മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഈ 7-ാം ദിവസവും നിരാഹാര സമരം തുടങ്ങുമ്പോൾ അവർക്ക് അവിടേക്കും കൂടുതൽ പിന്തുണയുമായി ആളുകൾ എത്തുന്നുണ്ട്. ഈ ജനസഭയിൽ ആരൊക്കെ പങ്കെടുക്കും? ശ്രീജ, 45-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ അനിശ്ചിതകാല സമരം സെക്രട്ടേറിയറ്റ് നടയിൽ തുടങ്ങിയിട്ട് 7 ദിവസം പിന്നിടുന്നു. നിരാഹാര സമരം ആരംഭിച്ചിട്ട് എം എ ബിന്ദു ഉൾപ്പെടെ 3 പേരാണ് ഈ നിരാഹാര സമരത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 7 ദിവസമായി ഈ ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇവർക്കെല്ലാവർക്കുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ ഒരു ആശാപ്രവർത്തകയും അതിന് തൊട്ട് 2 ദിവസം മുമ്പ് മറ്റൊരാളെയും ആശുപത്രിയിലേക്ക് മാറ്റി. എനിക്ക് തോന്നുന്നു എം എ ബിന്ദുവും ശാരീരികമായ ചില അവശതകൾ നേരിടുകയാണ് എന്ന് വേണം പറയാൻ. ഈ അല്പസമയം മുമ്പ് ഇങ്ങനെയൊരു അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. അവരുടെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോൾ ഇന്നലെ പോലീസിന്റെ ആംബുലൻസിൽ പോലീസ് എത്തിയാണ് ശാരീരികമായ അവശത നേരിട്ട ഒരു ആശാപ്രവർത്തകയെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതോടൊപ്പം ഇവിടെ പരിശോധനകൾക്ക് വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔദ്യോഗികമായ ഡോക്ടർമാരുടെ സംഘം ഇവിടെ പരിശോധനകൾക്ക് വേണ്ടി എത്തുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി ആശാപ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ പ്രതിഷേധം 7-ാം ദിവസത്തിലേക്ക് ഈ നിരാഹാര സമരം കടക്കുന്നത്. ഞാൻ എം എ ബിന്ദുവിനോട് ഈ ഒരു ഘട്ടത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർക്കൊപ്പമുള്ള മറ്റ് പ്രവർത്തകരോട് എന്താണ് ബുദ്ധിമുട്ട്? ക്ഷീണം കൊണ്ട് സംസാരിക്കാൻ വയ്യ. എനിക്ക് സംസാരിക്കാൻ വയ്യ. ഇവിടെ എന്തെങ്കിലും പരിശോധനയ്ക്ക് ആരെങ്കിലും എത്തിയിരുന്നോ? ഡോക്ടർമാരുമല്ലോ? ഇന്നലെ ഗവൺമെന്റിൽ നിന്ന് ആരും വന്നില്ല. ഇന്നലെ ലിംസിൽ നിന്ന് എന്തോ വന്നു എന്ന് പറഞ്ഞു. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല ക്ഷീണം കൊണ്ട്. ശരി ശരി, തുടരട്ടെ. അപ്പോൾ അവർ 3 പേരാണ് നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. ഇതിനോടകം 2 പേർ വൈദ്യസഹായം തേടിയിരുന്ന അവരെ 2 പേരെ ജനറൽ ആശുപത്രിയിലേക്ക് ചികിത്സയുടെ ഭാഗമായി മാറ്റുന്ന സാഹചര്യമുണ്ടായി. പകരമുള്ളവരാണ് ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ ചൂടുണ്ട്. ആ ചൂടിനെ അതിജീവിച്ചുകൊണ്ടാണ്, അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇങ്ങനെ ഇവിടെ പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ സമരത്തിന് ആദ്യഘട്ടം മുതൽ നേതൃത്വം നൽകുന്ന എം എ ബിന്ദു. അവർ 7-ാം ദിവസമാണ് ഈ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഈ എം എ ബിന്ദു ഇപ്പോൾ ശാരീരികമായ അവശതകളെ തുടർന്ന് ഒരുപക്ഷെ അവർക്ക് വൈദ്യസഹായം വേണ്ടി വന്നേക്കുമെന്നാണ് സൂചന. എന്തായാലും സർക്കാരിന്റെ ഒരു അനുഭാവപൂർണമായ തീരുമാനമോ ചർച്ചകളോ പിന്നീട് ഈ 2-ാം ഘട്ടത്തിൽ നടന്ന വീണ ജോർജുമായും അതോടൊപ്പം NHM ഡയറക്ടറുമായി നടന്ന ചർച്ചകൾക്ക് ശേഷം പിന്നീട് ഒരു ചർച്ചകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സമരം ഒത്തുതീർപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനസഭ, അതായത് ജോയ് മാത്യു ഉൾപ്പെടെയുള്ള നിരവധി പേർ പങ്കെടുക്കുന്ന ജനസഭ 10:30 സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉണ്ടാകും. അതോടൊപ്പം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന ധർണ അല്പസമയത്തിനകം ആരംഭിക്കും. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. 7-ാം ദിവസവും സമരം തുടരുന്ന ബിന്ദു സമരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ 7-ാം ദിവസം നിരാഹാരമായപ്പോഴേക്കും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. വൈദ്യസഹായം തേടേണ്ടി വരും എന്നൊരു അവസ്ഥയാണ് അവരെ കാണുമ്പോൾ മനസ്സിലാവുന്നത്.